കുറച്ച് ചോറ് എടുത്തിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇവർക്ക് കൊണ്ടു കൊടുക്കാം. ഇത് കുറേ നേരം കാത്തിക്കണം. നമ്മളിന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനുള്ള മീനും പച്ചക്കറിയൊക്കെ വാങ്ങി വന്നതാണ് കേട്ടോ. ചോറിനുള്ള 1 ഗ്ലാസ് അരി മതിട്ട് നമുക്ക് കണ്ട കൂടെ. നമ്മൾ മത്തങ്ങ കണ്ടോ, അതാ ഈ വലിപ്പം വെച്ചിട്ടോ. മത്തന് ചെറിയ തൈ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഇപ്പം എത്രയായി. പിന്നെ വാങ്ങിയത് മീനാണ് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത മീനാണ്. അതിലേക്ക് നമുക്ക് 2 ആൾക്ക് എത്ര മീനുണ്ട്? 6 മീനല്ലേ? 7 മീനുണ്ട് അല്ലേ? മീൻ തേങ്ങ അരച്ച് വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻകറി ഉണ്ടാക്കാം. നമുക്ക് വന്നപ്പോഴേക്കിന് തേങ്ങ എന്താക്കി വെക്കാം, പൊട്ടിച്ചിട്ട് അരിച്ച് വെക്കാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ തേങ്ങ പൊട്ടിച്ചിങ്ങായിട്ട് അരിക്കാൻ റെഡിയാക്കി വെക്കും, കറണ്ട് പോയി. പിന്നെ പോയ കറണ്ട് 5 മണിക്കാണ് വന്നത്. അന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ തേങ്ങ റെഡിയാക്കി വെക്കാം. ഇതിലേക്ക് ചെറിയുള്ളി, ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കേ. തക്കാളിയും മുളകും ഇടാം. നമുക്ക് എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. അപ്പം 4 മീൻ കറി വെക്കാനും 3 മീൻ പൊരിക്കാനും കേട്ടോ നമ്മളെടുത്തത്. നമുക്ക് ഉപ്പും മുളകൊക്കെ തേച്ച് വെക്കട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കാശ്മീർ ചില്ലിയും കൂട്ടിയിട്ടാണ് നമ്മൾ മീനൊക്കെ ഇതാക്കണ സെറ്റ് ആക്കണേ. ഒരാൾ വന്നൊക്കെ ഉണ്ടോ അതാക്കണ മീൻ ചോദിച്ചിട്ട്. ഹായ്, ഇവിടെ വരാതെ ഒരാളാണിത്. തക്കാളി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് കുടംപുളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി ആട്ടോ ആഡ് ചെയ്യണത്. നമ്മൾ മീനിൻ്റെ മണം കേട്ട് വന്ന് പൂച്ചക്കുട്ടന്മാർ പോയോ നോക്കട്ടോ. അയ്യോ, 2 ആളും പോയില്ലതാ ഇവിടെ കിടക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മീൻ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം കേട്ടോ. അപ്പം നമ്മൾ മീൻ കറി ഇതാക്കണ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മത്തിക്കറി ഇതുപോലെ തേങ്ങ അരിച്ചിട്ട് വെക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യണം. നമ്മൾ ബീട്രൂട്ട് പേര് ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്ക് നമ്മൾ ബീട്രൂട്ടും ഉള്ളിയും കൂടി ഇട്ടാട്ടോ വെക്കുന്നത്. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ടൊക്കെ മീൻ പൊരിക്കും കേട്ടോ. മീൻ പൊരിക്കാൻ വെച്ച ടൈമിൽ തന്നെ നമ്മൾ ഇതാക്കണ ഉപ്പേരിയും ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മീൻ പൊരിച്ചതും ആയിട്ടുണ്ട്. നമ്മൾ മീനും മീൻകറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇവർക്ക് കൊണ്ടു കൊടുക്കാം. ഇത് കുറേ നേരം കാത്തിക്കണം. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടിക്ക് ഇതാക്കണ. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. നമ്മൾ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടോ ടെസ്റ്റ് ചെയ്യാം. ബീട്രൂട്ട് ഉപ്പേരി കുഞ്ഞു മതി, വലുതായിരുന്നു. ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ടേസ്റ്റ് നോക്കട്ടെ. മീൻകറിയും ബീട്രൂട്ട് ഉപ്പേരിയും ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ, അടിപൊളിയാട്ടോ.